വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലി നേടുന്നവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ബഹ്റൈൻ പാർലമെന്റിൽ നിർദ്ദേശം. ഭാവിയിൽ ഇത്തരത്തിലുള്ള ദുരുപയോഗങ്ങൾ തടയാൻ ഒരു ദേശീയ കമ്മിറ്റി രൂപീകരിക്കണമെന്നും നിർദ്ദേശം. പാർലമെന്റ് അംഗങ്ങളാണ് നിർദ്ദേശം സമർപ്പിച്ചത്. രാജ്യത്ത് വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ദീർഘകാലം ജോലി ചെയ്ത വ്യക്തി പിടിയിലായ സാഹചര്യത്തിലാണ് മതിയായ യോഗ്യതയില്ലാതെ തൊഴിൽ മേഖലയിൽ കബളിപ്പിക്കൽ നടത്തുന്നത് ഒഴിവാക്കാനുള്ള പരിഹാര നിർദ്ദേശവുമായി എംപിമാർ രംഗത്ത് വന്നത്. സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ പരിശോധിച്ച് അംഗീകാരം നൽകാൻ ദേശീയതലത്തിൽ കമ്മിറ്റി രൂപവൽക്കരിക്കണമെന്നാണ് നിർദ്ദേശം. പാർലമെന്റ് അംഗം മുഹമ്മദ് ഹുസൈൻ ജനാഹിയുടെ നേതൃത്വത്തിലാണ് ഈ നിർദ്ദേശം അവതരിപ്പിച്ചത്. സർട്ടിഫിക്കറ്റുകളുടെ ദുരുപയോഗം തടയാനും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനും ലക്ഷ്യമിട്ടാണ് പുതിയ നിർദ്ദേശം അംഗീകാരത്തിനായി സമർപ്പിച്ചിരിക്കുന്നത്. വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് വിദേശ തൊഴിലാളിയായ വ്യക്തി ജോലി നേടുകയും ദീർഘകാലം രാജ്യത്ത് തൊഴിൽ ചെയ്യുകയും ചെയ്തത് രാജ്യത്ത് സർട്ടിഫിക്കറ്റുകളുടെ അംഗീകാരം പരിശോധിക്കുന്ന സംവിധാനത്തിന്റെ തകരാറുകൾ തുറന്നുകാണിക്കുന്നതായും MP ചൂണ്ടിക്കാട്ടി. വിദ്യാഭ്യാസ മന്ത്രാലയം, സിവിൽ സർവീസ് ബ്യൂറോ, വിദേശകാര്യ മന്ത്രാലയം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലുള്ള ദേശീയ കമ്മിറ്റി രൂപവൽക്കരിക്കണമെന്നാണ് നിർദ്ദേശം. ഈ കമ്മിറ്റി നിലവിലെ വിദേശ തൊഴിലാളികളുടെ സർട്ടിഫിക്കറ്റുകൾ വീണ്ടും ഓഡിറ്റ് ചെയ്യുകയും നിയമനം, സ്ഥാനക്കയറ്റം, കരാർ പുതുക്കൽ തുടങ്ങിയ ഘട്ടങ്ങളിൽ സർട്ടിഫിക്കറ്റുകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും വേണം. വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലി ചെയ്യുന്നത് രാജ്യത്ത് പ്രധാന മേഖലകളിലെ സേവനങ്ങളുടെ നിലവാരത്തെ ദോഷകരമായി ബാധിക്കുമെന്നും പാർലമെന്റ് അംഗങ്ങൾ വിശദീകരിച്ചു. മീഡിയ 1, ബഹ്റൈൻ.